പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എം സുകുമാരൻ്റെ അയൽ രാജാവ് എന്നുള്ള കഥകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഉമാപതിയും കുടുംബവും അയൽ രാജാവിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് അല്ലേ. അവരുടെ രാജ്യത്ത് നിന്ന് അവരേനെ ചുട്ടി കുത്തിയിട്ട് അവരേനെ പുറത്താക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയൽ രാജാവിൻ്റെ ഗൃഹം എവിടെയാണെന്ന് അന്വേഷിച്ചിറങ്ങുന്നതിനിടയിൽ മകനെയും മകളെയും നഷ്ടപ്പെട്ടു. എന്നാലും അവരുടെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നേത്രമുഖൻ്റെ ആ ഒരു ഗുഹയിലേക്ക് എത്തിയപ്പോഴാണ് അവിടേക്ക് കന്യകമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുകയും ഉമാപതിയുടെ മകള് അതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവസാനം മകൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഉമാപതി പറയുന്നുണ്ട്, വരൂ മകളെ നമുക്ക് പോവാമെന്ന്. അപ്പോൾ ആ സമയത്ത് മകൾ പറയുകയാണ്, ഇല്ല അച്ഛാ, ഇനി ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ വിധവകൾ, അതേപോലെ തന്നെ വന്ധ്യകൾ, ഗർഭിണികൾ ഇവരൊക്കെ കഴിയുന്ന ഏതെങ്കിലും കൊട്ടത്തളങ്ങളിലോ ഒക്കെ ആയിട്ട് ഇതിനുള്ളിലാണ് ഇനി എൻ്റെ ജീവിതം. എനിക്കിവിടെ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. എൻ്റെ കന്യകത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഉമാപതിയുടെ മകളെയാണ് ഇവിടെ നമുക്ക് കാണാനും സാധിക്കുന്നത്. അങ്ങനെ ഒരു നപുംസകം അവൾക്ക് വേണ്ട ഒരു പനമ്പായ ഇതൊക്കെ എടുത്ത് പോകും. അവളുടെ പുറകെ പോകും മകൾ അതിനോടൊപ്പം പോവുകയാണ്. അപ്പോൾ അച്ഛനോട് പറയുകയാണ്, അയൽ രാജാവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്നെയും എൻ്റെ സഹോദരനെയും ഇവിടെ നിന്ന് അദ്ദേഹം രക്ഷിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യമല്ലേ വലുത് എന്ന് പറയുന്ന മകളും. അങ്ങനെ അവിടെ നിന്ന് ഉമാപതിയും ഭാര്യയും കൂടി യാത്ര തുടരുകയാണ്. ആ സമയത്ത് ഭാര്യ ഉമാപതിയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം നഷ്ടപ്പെട്ടുവോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലുമില്ല എന്ന്. കാരണം ആ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രകളാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. നേത്രമുഖൻ പറഞ്ഞു കൊടുത്ത ആ വഴി എങ്ങനെയാണോ അതനുസരിച്ച് അവർ വീണ്ടും യാത്ര പുനരാരംഭിക്കുകയാണ്. അങ്ങനെ ഇലകൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുപാതയിലൂടെ വാണിഭക്കാരും വഴിയാത്രക്കാരും ഒക്കെ നടന്നു പോവുകയാണ്. അപ്പോൾ തണ്ണീർ പന്തലുകളിലൊക്കെ കയറിയിട്ട് അവർ ദാഹം ക്ഷീണമൊക്കെ മാറ്റി വഴി അമ്പലങ്ങളിൽ കയറി ഉറങ്ങി. ഇങ്ങനെ ആ ഓലത്തുണ്ടിൽ പറഞ്ഞതുപോലെയുള്ള ഒരു സമുദ്രത്തിൻ്റെ ഇരമ്പം കേൾക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ അവർ അകലെ നിന്നും സമുദ്രത്തിൻ്റെ ആ ഇരമ്പം കേട്ടു തുടങ്ങി. അപ്പോൾ 50-ാമത്തെ പ്രഭാതവും പുലരിയും വന്നു. ഒരു വശം മഹാസമുദ്രമാണ്, മറുവശം കണ്ണെത്താത്ത ദൂരെ പയറുവർഗ്ഗങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന ഭൂമിയും. ഇപ്പോൾ ഒരു ദൃശ്യം മാത്രമാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. പയർപ്പാടങ്ങളുടെ വരമ്പുകളിൽ പണിയായുധങ്ങളും ഏന്തിയിട്ട് സ്ത്രീ പുരുഷന്മാർ നിശ്ചലരായിട്ട് നിൽക്കുകയാണ്. ആരും തന്നെ പണിയെടുക്കുന്നൊന്നുമില്ല. അവരിങ്ങനെ ചലനമറ്റ് നിൽക്കുന്ന വലിയ ഒരു കൊയ്ത്തു യന്ത്രം പാടത്തിൻ്റെ നടുവിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് ഈ വ്യവസായിയുടെ വീട് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ മട്ടുപ്പാവിൽ അസ്വസ്ഥനായിട്ടുലാത്തുന്ന ആ വ്യവസായിയെ അവർ കണ്ടെത്തുകയാണ്. അപ്പോൾ അയാളാകട്ടെ അലറുകയാണ്, എനിക്കാരെയും കാണണ്ട, എന്നെ പഠിപ്പിക്കാൻ ആരും മെനക്കെടേണ്ട, ഈ യന്ത്രം ചലിപ്പിക്കാൻ പോലും ഇവിടെ ഒരാളില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കിടന്നാകെ അങ്ങ് കലിയിളകുകയാണ്. പയറുവർഗ്ഗങ്ങൾ മൂപ്പത്തി നിൽക്കുകയാണ്. ഇനി കൊയ്യാൻ വൈകുന്ന ഓരോ നിമിഷവും എനിക്ക് ഭീമമായ നഷ്ടം വരും. പണിയെടുക്കാൻ വിസമ്മതിക്കുന്നവരെല്ലാം പട്ടിണി കിടന്ന് മരിച്ചാലും ഒരു പയർമണി പോലും കൂട്ടിത്തരില്ല. എങ്ങനെ കർക്കശക്കാരനായിട്ടുള്ള ആ വ്യവസായി. അങ്ങനെ ഞങ്ങൾ താണുകേണു പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുള്ളവരല്ല, ജോലി ചെയ്യാൻ വിസമ്മതിച്ച് നിൽക്കുന്നവരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അയൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇവിടെ നിന്നും ഉള്ള വഴി താങ്കൾ പറഞ്ഞു തരുമെന്ന് അയൽ നാട്ടിലെ പ്രഭു പറഞ്ഞു. അതനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ മഹാനായ ആ അയൽ രാജാവിൻ്റെ രൂപം കരിങ്കല്ലിൽ കൊത്തിയുണ്ടാക്കിയെന്ന കുറ്റം ചാർത്തി നാടുകടത്തപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ വ്യവസായിയുടെ സ്വരം താണു. അയാൾ പറഞ്ഞു, ഇവിടെ നിന്ന് എങ്ങനെയാണ് പായ്ക്കപ്പലിൽ കൂടെയുള്ള യാത്രയിൽ തനിക്ക് മാത്രമേ സഹായിക്കാനാവൂ എന്നും പകരം തനിക്ക് ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ അറിയാത്ത ആ കൃഷിയന്ത്രം പ്രവർത്തിപ്പിച്ച് തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് അയാളുടെ ഭാര്യ യന്ത്രം ചലിപ്പിക്കാനായിട്ട് തയ്യാറാവുകയും അയാളെ തനിച്ച് യാത്രയാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ചിതറിക്കിടന്നിരുന്ന മുടി വാരിക്കെട്ടി ശബ്ദമിടരാതെ അവൾ പറഞ്ഞു, എത്രയും വേഗം അങ്ങ് പുറപ്പെടുക. അങ്ങനെ ഉമാപതി അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ ഈ യന്ത്രം ചലിപ്പിക്കാൻ ഭാര്യ തയ്യാറായി വന്നു. അപ്പോൾ അങ്ങ് തിരിച്ചു വന്ന് എന്നെയും നമ്മുടെ മക്കളെയും ഒക്കെ മോചിപ്പിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ പായ്ക്കപ്പൽ വളരെ ദൂരം പിന്നിട്ട് കഴിഞ്ഞിട്ടും പണിയെടുക്കാൻ വിസമ്മതിച്ച് നിൽക്കുന്നവരുടെ ഒന്നിച്ചുള്ള പ്രതിഷേധ ശബ്ദം ഇടിനാദം പോലെ ആകാശത്ത് മാറ്റൊലി കൊണ്ടുവന്നുള്ളതാണ്. അങ്ങനെ
ഒടുവിൽ അയാൾ താൻ പ്രതീക്ഷിച്ച അയൽ രാജ്യത്തേക്ക് എത്തിച്ചേരുകയാണ് ഉമാപതി. അല്ലേ? ഇപ്പോൾ ആ ഒരു പായ്ക്കപ്പൽ നീങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അലറിയെടുക്കുന്ന തിരമാലകളെയും പുളച്ചു ചാടുന്ന തിമിംഗലങ്ങളെ എതിരിട്ട് പായ്ക്കപ്പൽ നീങ്ങി. നക്ഷത്രങ്ങൾ വഴികാട്ടികളായി മാറി. 100ാമത്തെ രാത്രി കറുത്ത വാവായിരുന്നു. ആ രാത്രിയും പുലർന്നു. അകലെ ഉദയസൂര്യൻ്റെ ചെങ്കതിരുകൾ തെളിഞ്ഞു. അങ്ങനെ ഞാൻ കരയിലേക്ക് ചാടിയിറങ്ങി. ഇപ്പോൾ വിടർന്നു നിൽക്കുന്ന വസന്തം, എങ്ങും പൂക്കളും, അതിനേക്കാൾ ഉപരിയായി മനുഷ്യരും ചിരിച്ചു. അങ്ങനെ സമൃദ്ധിയുടെ ഒരു തെന്നൽ കാറ്റ് അല്ലേ അവിടെ ആകെ അങ്ങ് വന്നു. മനുഷ്യസ്നേഹത്തിൻ്റെ ശീതളത. ഞാൻ കയ്യും വീശി നടന്നു. അയഞ്ഞ വസ്ത്രങ്ങളണഞ്ഞ സ്ത്രീ പുരുഷന്മാർ കൂട്ടം കൂടമായി അവർ കൂടി നിന്ന് സംഘഗാനങ്ങൾ മുഴക്കി. വയലുകളിൽ കൃഷിപ്പണികൾ ചെയ്തുകൊണ്ടിരുന്നു. വ്യവസായശാലയുടെ പുകക്കുഴലിലൂടെ ആകാശത്തേക്ക് പുക വമിച്ചു. എങ്ങും പച്ച പുതപ്പ്, ദൂരെ മഞ്ഞണി മലകൾ. എൻ്റെ കൈകാലുകൾ ഇളകിയാടി. എനിക്ക് നൃത്തം ചെയ്യണമെന്നോ ആ വീതിയിൽ കിടന്നുരുളണമെന്നോ ഒക്കെ തോന്നി. എനിക്കെതിരെ വന്നവരെല്ലാം എന്നെ നോക്കി മന്ദഹസിച്ച് എനിക്ക് സുപ്രഭാതം നേർന്നു. ഗോപുരമണികൾ മുഴങ്ങി. അതാ കാണുന്നു കൊട്ടാരം. ചുവന്ന ചതുരക്കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ എൻ്റെ സ്വപ്ന സൗധം. സൗധം വീടാണ്. അങ്ങനെ എൻ്റെ നടത്തത്തിന് വേഗത കൂടി. ഞാൻ കൊട്ടാര വീഥിയിലൂടെ നടക്കുംതോറും ഓരോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എങ്ങും അലങ്കരിച്ചിരിക്കുന്നു മനോഹരമായ പുഷ്പകവാനങ്ങൾ, വർണ്ണത്തോരണങ്ങൾ, പൂങ്കുലകൾ. എൻ്റെ സംശയം തീർത്തത് പൂക്കാരിയാണ്. രാജാവിന് ഇന്നൊരു അതിഥിയുണ്ട്. എന്നെ നാടുകടത്തിയതും ഞാനിവിടെ എത്തിച്ചേർന്നതും എങ്ങനെ എന്ന് അദ്ദേഹം അറിഞ്ഞു. ഒരുപക്ഷെ രഹസ്യഭടന്മാർ സന്ദേശം എത്തിച്ചതാവും. ഞാൻ ആകാശത്തേക്ക് നോക്കി. എൻ്റെ രാജ്യം എനിക്ക് കൈവന്നിരിക്കുന്നു. ഞാൻ കൊട്ടാരവാതിൽക്കലെത്തി. കാവൽഭടന്മാർ എനിക്ക് അഭിവാദനമരുളി. സ്വാഗതമോദിക്കൊണ്ട് മറ്റൊരു ഭടൻ അകത്തേക്ക് പൊയ്ക്കൊള്ളാൻ ആംഗ്യം കാണിച്ചു. എൻ്റെ കാലടികൾ പരവതാനിയിലൂടെ നീങ്ങി മറ്റൊരു കവാടത്തിലെത്തിയപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന ഒരു ഭടനോട് എൻ്റെ ആവശ്യമറിയിച്ചു. രാജാവിനെ എനിക്ക് കാണണം. ഭടൻ്റെ ചുണ്ടിൽ പൂക്കൾ വിരിഞ്ഞു. സസന്തോഷം കാണാമല്ലോ. അദ്ദേഹം എപ്പോഴും അതിന് സന്നദ്ധനാണ്. അതിഥികളെ സ്വീകരിക്കുന്നതിൽ അതീവ തൽപരനായ അദ്ദേഹം ഒരു ചിത്രകാരൻ കൂടിയാണ്. അതാ ആ കാണുന്ന ചുവന്ന തിരശ്ശീല കൊണ്ട് മറച്ച മുറിയിലേക്ക് ചെന്നാലും അദ്ദേഹം അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഉമാപതി എവിടെ എത്തി? അയൽരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് വ്യവസായശാലകൾ, പച്ചപ്പുകളും കൊണ്ടൊക്കെ ഐശ്വര്യം നിറഞ്ഞൊരു നാടല്ലേ. അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹം ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പോലെ സുന്ദരവും സുഖകരവുമായ മറ്റൊരു ക്ഷേമരാജ്യത്തിൻ്റെ രാജാവാണ് തൊട്ടു മുമ്പ് ഇവിടെ വന്നിരുന്നു എന്നും അദ്ദേഹം തൻ്റെ അതിഥിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രാജാവിൻ്റെ ചിത്രം കൊട്ടാരത്തിൽ സൂക്ഷിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ആ ചിത്രം കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മനസ്സിൽ കരുതിയിരുന്ന പനിനീർ ഒഴുകിപ്പോവുകയും ഹൃദയത്തിൽ കരിമ്പുക പടരുകയും ചെയ്തു എന്നുള്ളതാണ്. അയാൾ തളർന്നു വീണാലും അയാൾക്കൊന്നും സംഭവിക്കുകയില്ല. കാരണം കട്ടിയുള്ള ചുവന്ന കമ്പളം നിലത്ത് വിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാജാവിനെ കണ്ടുമുട്ടിയാണ്. അങ്ങനെ അയൽ രാജ്യത്തെക്കുറിച്ചിട്ടുള്ള സുന്ദരമായ സങ്കല്പങ്ങളും സ്വന്തം രാജ്യത്തിൻ്റെ ഭരണവർഗത്തോടുള്ള കടുത്ത എതിർപ്പും പ്രതികരണങ്ങളുമാണ് ഉമാപതിയെ രാജ്യത്തിൻ്റെ ശത്രുവായി മാറ്റുന്നത്. ഇങ്ങനെ ചിന്താശേഷിയും പ്രതികരണശേഷിയുമുള്ള കലാകാരന്മാരെ, സാംസ്കാരിക പ്രവർത്തകരെ തുറുങ്കിൽ അടയ്ക്കുന്ന രാജാധികാരത്തിൻ്റെ ധാർഷ്ട്യത്തെ വെളിപ്പെടുത്തുന്നതോടൊപ്പം ക്ഷേമരാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളെ തിരുത്തുകയും ചെയ്യുന്നുണ്ട് ഈ കഥ, അയൽ രാജാവ് എന്ന കഥ. ഇപ്പോൾ രാജ്യത്തിൻ്റെ ചിന്താശേഷികളെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഭരണവർഗത്തിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നവർക്ക് നാടുകടത്തലാണ് വിധി. അതുപോലെ സ്വതന്ത്രമായ സർഗാത്മക പ്രവർത്തനങ്ങളെ നിഷേധിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഉമാപതി എന്ന കലാകാരൻ്റെ ജീവിതം. അപ്പോൾ അയാളുടെ ഭാര്യയും മക്കളുമാകട്ടെ അതേ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൂട്ട നാടുകടത്തലിന് അദ്ദേഹവും കുടുംബവും വിധേയമാകുന്നതും. അപ്പോൾ ക്ഷേമരാഷ്ട്രവും അയൽ രാജാവിനെയും തേടിയുള്ള അവരുടെ യാത്രയിൽ വേണ്ടപ്പെട്ടവരെല്ലാം അവർക്ക് നഷ്ടമാവുന്നുണ്ട്. ആർക്കാണ്? ഉമാപതിക്ക്. അപ്പോൾ ഒടുവിൽ അയാൾ അവിടെ എത്തിച്ചേർന്നെങ്കിലും സമാനമായ ഒരു ക്ഷേമരാഷ്ട്രവും അതിലെ രാജാവിനെയും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ
അയാൾ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തുന്നു. ഒരു പക്ഷേ അത് അയാളുടെ തന്നെ രാജാവിൻ്റെ ചിത്രമായിരിക്കാം. ഇങ്ങനെ ക്ഷേമരാഷ്ട്രം അകലെയല്ല, അത് അകത്തു തന്നെയാണ് ഉള്ളത് എന്ന സങ്കല്പം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഉമാപതി അയൽ രാജാവിനെ തേടിയിട്ടല്ല യാത്ര തുടർന്നത്. അതെവിടെയാണ്? അത് പുറത്തല്ല, സ്വന്തം ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഒരു വളരെ പ്രധാനമായൊരു സങ്കല്പവും. അപ്പോൾ രാജ്യത്തിൻ്റെ സാംസ്കാരികതയും അതുപോലെ ചിന്താശേഷിയും വിഭവങ്ങളും എല്ലാം രാജ്യത്തിൻ്റെ തന്നെ ക്ഷേമത്തിനും വളർച്ചയ്ക്കുമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ഭരണവർഗത്തിൻ്റെ അധികാരങ്ങളെ എപ്പോഴും എതിർത്ത് തോൽപ്പിക്കേണ്ടതുമുണ്ടെന്നുകൂടി വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഭരണവർഗം എപ്പോഴും ചിന്തകളെയും ബുദ്ധിശക്തിയെയും ഒക്കെ എന്താണ് വിലക്ക് വാങ്ങുവാനും നിയന്ത്രിക്കാനും ശ്രമിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്കതേറെ പ്രസക്തമാണെന്നുള്ളതാണ് ഈ ഒരു കഥ, ഈ ഒരു കാര്യങ്ങളെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ. അപ്പോൾ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കലാകാരന്മാർക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കപ്പെടുക, ഭരണകൂടം പറയുന്ന ആ വ്യവസ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുക എന്നൊക്കെയുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ചിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം കൂടിയാണ്. അപ്പോൾ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ക്ഷേമരാഷ്ട്രം അവർക്ക് തന്നെ സൃഷ്ടിക്കാൻ ആകുന്നതേയുള്ളൂ എന്ന സങ്കല്പത്തിലേക്കാണ് അയൽ രാജാവ് എന്ന കഥ വികാസം പ്രാപിക്കുന്നത് എന്നുകൂടി നമുക്കിതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് കാണാമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ അയൽ രാജാവ് എന്ന കഥ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ത്? പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടും എസ്സേ ക്വസ്റ്റ്യനായിട്ടും വരാം. അതുപോലെ തന്നെ എം സുകുമാരൻ യാഥാർത്ഥ്യങ്ങളെ കഥയിൽ ഇണക്കി ചേർക്കുന്നത് എങ്ങനെയാണ് സുകുമാരൻ യാഥാർത്ഥ്യങ്ങളെ ഈ കഥയിലേക്ക് ഇണക്കി ചേർക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ ഉമാപതി സാമൂഹ്യ ജീവിതത്തിൽ ആരുടെ പ്രതീകമാണ്? ഉമാപതി ആരുടെ പ്രതീകമാണ്? അപ്പോൾ വർത്തമാനകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളെ അയൽ രാജാവ് എന്ന കഥ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വർത്തമാനകാലം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളെ അയൽ രാജാവ് എന്ന കഥ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറൊക്കെ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുകയും ചെയ്യുക.